ഓക്കെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. സ്ട്രക്ചറും യൂണിയനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ. സ്ട്രക്ചറും യൂണിയനും, സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് തന്നെ വേണ്ടിയിട്ടാണ് സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് അതേ പർപ്പസ് തന്നെയാണ് യൂണിയനും ഉള്ളത്. പക്ഷേ ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിനും യൂണിയനും മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതുമായിട്ട് ആണ് മെയിൻ ഡിഫറൻസ്. ബാക്കി ഓൾമോസ്റ്റ് കാര്യങ്ങൾ, ഓൾമോസ്റ്റ് പ്രോപ്പർട്ടീസ് എല്ലാം സെയിം തന്നെയാണ്. ഒരു പ്രോഗ്രാം വെച്ചിട്ട് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറയുന്നതേ ഉള്ളൂ പ്രോഗ്രാം. ഓക്കെ, ഞാൻ ഇവിടെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാണ്. സ്റ്റുഡൻറ് സ്റ്റുഡൻറ്റിന് റോൾ നമ്പർ ഉണ്ട്. ഒരു 3 മാർക്കുകൾ ഞാൻ സേവ് ചെയ്യാം. M1, M2, M3. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ സ്ട്രക്ചറിന്റെ പേരിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ചില കമ്പൈലർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ സ്ട്രക്ട് സ്റ്റുഡന്റ് എന്ന് തന്നെ കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ സിംപ്ലി സ്റ്റുഡന്റ് എന്ന് മാത്രം കൊടുത്താൽ മതിയാവും. എനിക്ക് തോന്നുന്നു ഈ കമ്പൈലർ സ്ട്രക്ചർ സ്റ്റുഡന്റ് വേണം തോന്നുന്നു. ഓക്കെ, പ്രിന്റ് ഓഫ് %d സൈസ് ഓഫ് ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു വേരിയബിളിന്റെ സൈസ് ഒക്കെ അറിയാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ താണ്ട പ്രോഗ്രാം എന്താണ്? ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചറിന്റെ പേരിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ആ വേരിയബിളിന്റെ സൈസ് എത്രയാണെന്ന് നോക്കുകയാണ്. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16 ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഇൻറ്റിജർ വേരിയബിളിന്റെ സൈസ് ആണ്. ഒരല്ല 4 ഇൻറ്റിജർ വേരിയബിളിന്റെ സൈസ് ആണ്. ഇന്റെന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിന്റെ സൈസ് എത്രയാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ 4 എന്ന് കാണാം. അങ്ങനെ 4 വേരിയബിൾസിനും കൂടെ ചേർത്തിട്ട് എത്ര സൈസ്? 16. ഓക്കെ, അങ്ങനെയാണ് അവിടെ 16 വന്നത്. ഈ 4 എന്ന് പറയുന്നത് സിസ്റ്റം ഡിപ്പെൻഡന്റ് ആണ്. നമുക്കറിയാം, ഓരോ സിസ്റ്റത്തിലും ഓരോ വാല്യൂസ് ആയിരിക്കും മേ ബി കാണിക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ നോക്കണം. തൽക്കാലം ഒരു ഇൻറ്റിജറിന് 4 സൈസ് എങ്കിൽ ഈ 4 വേരിയബിളിനോട് ടോട്ടൽ സൈസ് ആയിരിക്കും എസിന് വേണ്ടി എന്ത് ചെയ്യുന്നത്? അലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതേ പ്രോഗ്രാം ഞാൻ യൂണിയൻ ആക്കുകയാണെങ്കിൽ, സ്ട്രക്ട് മാറ്റി യൂണിയൻ ആക്കുകയാണെങ്കിൽ, അവിടെ യൂണിയൻ ആക്കി ഇതും എന്താക്കാണ് യൂണിയൻ ആക്കുകയാണെങ്കിൽ 4 മാത്രമേ കാണിക്കൂ. അതായത് ഈ 4 വേരിയബിളിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വേരിയബിളിന്റെ സൈസ് എത്രയാണെന്ന് നോക്കും. അത്രയും സൈസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അലോട്ട് ചെയ്യത്തുള്ളൂ. 4 വേരിയബിളിനോട് എല്ലാത്തിനും എത്ര സൈസാണ്? 4 ആണ്. ആ മെമ്മറി മാത്രമേ എന്ത് ചെയ്യും? യൂണിയന്റെ ഒരു വേരിയബിളിന് വേണ്ടി അലോട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ബാക്കി നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ സ്ട്രക്ചറും യൂണിയൻ തമ്മിൽ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ട സ്റ്റൈലാണിത്. കീവേഡ് സ്ട്രക്റ്റ് ആണ് സ്ട്രക്ചറിന് യൂസ് ചെയ്യുന്നത്. യൂണിയന് ഉപയോഗിക്കുന്ന കീവേഡ് തന്നെയാണ് യൂണിയൻ ആണ്. എവരി മെമ്പർ വിത്തിൻ ദ സ്ട്രക്ചർ ഇസ് അസൈൻഡ് എ യുണീക് മെമ്മറി ലൊക്കേഷൻ. എല്ലാ മെമ്പേഴ്സിനും സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻസ് അലോട്ട് ചെയ്യും സ്ട്രക്ചർ അലോട്ട് ചെയ്യുമ്പോൾ. യൂണിയൻ ആണെങ്കിലോ ഒരു ഷെയർഡ് മെമ്മറി മാത്രമേ കൊടുക്കൂ. എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്തുകൊണ്ട് ഒറ്റ മെമ്മറി ലൊക്കേഷൻ മാത്രമേ കൊടുക്കത്തുള്ളൂ. ഓക്കെ, ഒരു കോമൺ മെമ്മറി സ്പേസ് ആയിരിക്കും എല്ലാ വേരിയബിൾസും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു വേരിയബിളിന് എത്ര വേണോ അത്ര മാത്രമേ കൊടുക്കത്തുള്ളൂ. ടോട്ടൽ സൈസ് ഓഫ് ദ സ്ട്രക്ചർ ഇസ് സം ഓഫ് സൈസ് ഓഫ് എവരി ഡാറ്റ മെമ്പേഴ്സ്. എല്ലാ ഡാറ്റ മെമ്പേഴ്സിന്റെയും സൈസിന്റെ സം ആയിരിക്കും എന്തിന്റെ സൈസ്? ഒരു സ്ട്രക്ചറിന്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ സൈസ് ഓഫ് യൂണിയൻ ഇസ് സൈസ് ഓഫ് ദ ലാർജസ്റ്റ് ഡാറ്റ മെമ്പർ. ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ വേരിയബിളിന് എത്ര സൈസ് എടുക്കുമോ അത്രയും സൈസ് മാത്രമേ ആര് എടുക്കത്തുള്ളൂ? യൂണിയൻ ടോട്ടലി അലോട്ട് ചെയ്യും. Then structure is mainly used for storing various data types. പല ടൈപ്പിലുള്ള ഡാറ്റ ടൈപ്സ് സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ it is mainly used for storing one of the many data types that are available. നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പാകത്തിനൊരു ഇതല്ല, അതൊന്ന് വിട്ടേക്കാം. കുറച്ചുകൂടെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. അതിന് വേണ്ട, നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇതിനൊരു എന്താ ഡിഫറൻസ് പഠിച്ചാൽ മാത്രം മതി. Then you can initialize or retrieve any member at a time. ഒരു സെയിം ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേരിയബിൾസിനെ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് വാല്യൂസ് റിട്രീവ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ യൂണിയനകത്താണല്ലോ, യൂണിയനകത്ത് നമുക്കൊരു കോമൺ സ്പേസിലല്ലേ എല്ലാ വേരിയബിൾസും ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അറ്റ് എ ടൈം ഒരു വേരിയബിൾ മാത്രമേ അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റൂ. ദാറ്റ് മീൻസ് റോൾ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ട് മാർക്ക് 1 സേവ് ചെയ്താൽ റോൾ നമ്പർ റീറൈറ്റ് ആയിട്ടായിരിക്കും എന്ത് സേവ് ആവുന്നത്? മാർക്ക് 1 സേവ് ആവുന്നത്.
ഓക്കെ, സോ അറ്റ് എ ടൈം നമുക്ക് ഒരു വേരിയബിൾ മാത്രമേ അതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റൂ. ബട്ട് ഇവിടെ ആണെങ്കിലോ എല്ലാ വേരിയബിൾസിനും അറ്റ് എ ടൈം ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എക്സാമ്പിൾ മാർക്ക് അനുസരിച്ച് എഴുതുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സിൻടാക്സ്, രണ്ടിന്റെ സിൻടാക്സും ഓരോ എക്സാമ്പിൾ, സ്ട്രക്ചറിന്റെ യൂണിയന്റെ ഓരോ എക്സാമ്പിളോട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ.